നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വെള്ളാങ്ങല്ലൂർ വെളയനാട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. പുത്തഞ്ചിറ മാരേക്കാട് വഴി ബസ് സർവീസ് ആരംഭിച്ചില്ല, നാട്ടുകാർ പ്രതിഷേധത്തിൽ. വാർത്തകൾ വിശദമായി. വെള്ളാങ്ങല്ലൂർ വെളയനാട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം, 2 പേർക്ക് പരിക്ക്. വെളയനാട് സെന്ററിൽ ഇന്ന് രാവിലെ 8:15 അപകടം. കാറും ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരിക്കും കാർ ഡ്രൈവർക്കും പരിക്ക് പറ്റി. ഇവരെ പട്ടേപ്പാടം ഉസ്താദ് ആംബുലൻസ് പ്രവർത്തകൻ ഇരിങ്ങാലക്കുടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുത്തഞ്ചിറ മാരേക്കാട് വഴി ബസ് സർവീസ് ആരംഭിച്ചില്ല, നാട്ടുകാർ പ്രതിഷേധത്തിൽ. പതിറ്റാണ്ടുകൾ സർവീസ് നടത്തിയ ബസ് റോഡ് ശോച്യാവസ്ഥയിലായതോടെയാണ് ഓട്ടം നിർത്തിയത്. പിന്നീട് ഇന്ന് വരെ ബസ് സർവീസ് പുനരാരംഭിക്കാൻ ജനപ്രതിനിധികൾക്കാർക്കും സാധിച്ചിട്ടില്ല. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 1 പതിറ്റാണ്ട് മുൻപാണ് മാരേക്കാട് പാലം യാഥാർത്ഥ്യമായത്. മുൻ MLA TN പ്രതാപന്റെ ശ്രമഫലമായി പാലം യാഥാർത്ഥ്യമായെങ്കിലും ഇതുവഴി ആരംഭിച്ച ബസ് സർവീസ് വൈകാതെ ഓട്ടം നിർത്തി. പിന്നീട് ഭരണം മാറിയ ശേഷം ഇപ്പോഴത്തെ MLA VR സുനിൽകുമാറും മാരേക്കാട് വഴി ബസ് സർവീസ് ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപം ശക്തമാണ്. മാള ടൗണിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള മാരേക്കാട് വഴി ബസ് സർവീസ് ഒന്നും തന്നെയില്ല. അഷ്ടമിച്ചിറ, പുത്തഞ്ചിറ, ചാലക്കുടി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് എത്തണമെങ്കിൽ സ്വന്തമായി വാഹനം വേണം, അല്ലെങ്കിൽ വാഹനം വാടകയ്ക്ക് വിളിക്കണം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ മുൻകൈയെടുത്ത് മാരേക്കാട് കടവിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചിരുന്നു. പതിറ്റാണ്ടുകൾ സർവീസ് നടത്തിയ ബസ് റോഡ് ശോച്യാവസ്ഥയിലായതോടെയാണ് ഓട്ടം നിർത്തിയത്. പിന്നീട് ഇന്ന് വരെ ബസ് സർവീസ് പുനരാരംഭിക്കാൻ ജനപ്രതിനിധികൾക്കാർക്കും സാധിച്ചിട്ടില്ല. മാള പഞ്ചായത്തിലെ അഷ്ടമിച്ചിറ, മാരേക്കാട്, പുത്തഞ്ചിറ പഞ്ചായത്തിലെ കുന്നത്തേരിയുമായാണ് പാലം നിർമ്മിച്ചത്. ഇതോടെ കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട എന്നീ പട്ടണങ്ങളിലേക്കുള്ള ദൂരം കുറഞ്ഞ വഴിയാണ് തുറന്നത്. പുത്തഞ്ചിറ LP സ്കൂൾ, വെള്ളൂർ LP സ്കൂൾ, വെള്ളൂർ ഹൈസ്കൂൾ, മങ്കിടി ഹയർ സെക്കൻഡറി സ്കൂൾ, പുത്തഞ്ചിറ ഈസ്റ്റ് LP സ്കൂൾ, പുത്തഞ്ചിറ ഈസ്റ്റ് UP സ്കൂൾ, അഷ്ടമിച്ചിറ LP, അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂൾ തുടങ്ങിയ സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികൾ ബസ് സർവീസ് ഇല്ലാത്തതിനാൽ മറ്റു മാർഗം തേടുകയാണ്. പുത്തഞ്ചിറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്കും വില്ലേജ്, പഞ്ചായത്ത് രജിസ്ട്രാർ ഓഫീസുകൾക്കും മിനി സിവിൽ സ്റ്റേഷൻ, കൃഷിഭവൻ എന്നിവയിലേക്കും മറ്റു മാർഗങ്ങൾ തന്നെ ശരണം. എന്നും തെരഞ്ഞെടുപ്പിനെ ആയുധമാക്കുകയാണ് വഴിയെന്നറിഞ്ഞ് കാത്തിരിക്കുകയാണ് മാരേക്കാട് നിവാസികൾ. മാരേക്കാട് വഴി ബസ് സർവീസ് ആരംഭിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകരായ VK ജലീൽ, സെയ്ദ് മുഹമ്മദ് മാരേക്കാട് എന്നിവർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം മാള. CPI കരൂപ്പടന്ന സ്കൂൾ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജിക്ക് സ്വീകരണവും അനുമോദനവും നൽകി. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. PK സത്യൻ അധ്യക്ഷത വഹിച്ചു. PP സുഭാഷ്, ലോക്കൽ സെക്രട്ടറി സുരേഷ് പണിക്കശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ സുജന ബാബു, MH ബഷീർ, സദക്കത്തുള്ള എന്നിവർ പങ്കെടുത്തു. CPI കരൂപ്പടന്ന സ്കൂൾ ബ്രാഞ്ച് സെക്രട്ടറി ആസിൽ, പ്രസിഡന്റ് നിഷ ഷാജി, ഐഷ BV എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ മഞ്ജുളാൽ തറയിലെ ദീപസ്തംഭം കരിപുരണ്ട് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രതിഷേധവുമായി BJP. വൈകിട്ട് ഘോഷയാത്ര കടന്നു പോകുന്ന സമയത്ത് ദേവസ്വം ജീവനക്കാർ വൃത്തിയാക്കാൻ എന്ന പേരിൽ പ്രഹസനം നടത്താൻ ഒരുങ്ങിയപ്പോഴാണ് BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. തുടർച്ചയായ 3-ാം ദിവസവും സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 53,560 രൂപയിലും ഗ്രാമിന് 6,695 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ശനിയാഴ്ച പവന് 280 രൂപയും ഗ്രാമിന് 35 രൂപയും വർദ്ധിച്ച വിലയാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളാങ്ങല്ലൂർ വെളയനാട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. പുത്തഞ്ചിറ മാരേക്കാട് വഴി ബസ് സർവീസ് ആരംഭിച്ചില്ല, നാട്ടുകാർ പ്രതിഷേധത്തിൽ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.